ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എല്ലാം ശാസ്ത്രീയാവുന്നൊരു വിഡ്ഢിത്തം നമ്മുടെ ഇടയിലുണ്ട്. ബാധ എന്ന് പറഞ്ഞ പ്രശ്നമാണ്. അത് യു ക്യാൻ ടേം ഇറ്റ് ആസ് എ സൈക്കോളജിക്കൽ തിങ്, അതും പറയാം കേട്ടോ. അതുപോലെ ഒരു വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തെ നശിപ്പിക്കുന്ന സൈക്കോളജിക്കലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനൊക്കെ അന്ധവിശ്വാസപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ ഈ ഇവിടുന്ന് പ്രാർത്ഥിച്ച സ്വർഗ്ഗസ്ഥനായ പിതാവ് കേൾക്കുന്നു പറയുന്നത് അതിലും വലിയ അന്ധവിശ്വാസമല്ലേ? മരിച്ചിട്ട് സ്വർഗ്ഗത്തിൽ പോയിട്ട് തിരിച്ചു വന്ന ഒരു വ്യക്തിയെങ്കിലും ലോകത്തുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഒരു തവണ പോയാൽ ആരും ഇത് പറയില്ല. അപ്പം നമ്മുടെ ധാർഷ്ട്യമാണ് ഇതൊക്കെ തെറ്റാണെന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ചോദിക്കും ഉടനെ അടുത്ത ചോദ്യം ഹിന്ദുക്കളുടെ, എന്നാൽ പാകിസ്ഥാനെ സ്തംഭിപ്പിച്ചൂടെ? എല്ലാവരും പിന്നെ ബ്ലാക്ക് ഷീപ്പാണ് കൂടുതൽ ഹിന്ദു മതത്തിൽ. നീയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് സമ്പന്നമാവാത്തത്. ഇതിലൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ സമ്പന്നമായേനെ. ദുർമന്ത്രവാദം, പ്രേതബാധ ഇതൊക്കെ ഇക്കാലത്ത് ഉണ്ടെന്നാണ് ഗുരുമൂർത്തിജി പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ വിമർശനം നമ്മുടെ ഹിന്ദു നാമധാരികൾ തന്നെ പറയുന്നുണ്ട്. അതേപ്പറ്റി എന്താണ്? ഹിന്ദു നാമധാരികൾ പറയുന്നത് ഞാൻ മറുപടി താല്പര്യപ്പെടുന്നത്, അതായത് ഈ ചിക്കൻ ബിരിയാണി ഹിന്ദുക്കളാണ്, അതെ, അത് വേണ്ട, അത് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ അടുത്ത് ഒരുപാട് ക്ലയൻസ് വരുന്നതിൽ ഞാൻ പഠിച്ചതെന്ന് മനസ്സിലായത്, പലരും വാക്കുകളുണ്ട് പറഞ്ഞാൽ മനസ്സിലാവാത്ത അത്ര വലിയ വേദനയുള്ളവരാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. കുടുംബത്തിൽ അടിക്കടി ഉണ്ടെന്ന പ്രശ്നങ്ങൾ, മറ്റ് പ്രശ്നങ്ങൾ, ബാധകൾ, ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. അത് യു ക്യാൻ ടേം ഇറ്റ് ആസ് എ സൈക്കോളജിക്കൽ തിങ്, അതും പറയാം കേട്ടോ. പക്ഷേ അതുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ, ആയുർവേദത്തിൻ്റെ ദൃഷ്ടി ഇപ്പോൾ രോഗം എന്ന് പറഞ്ഞാൽ രുചിധാതുവിൽ നിന്നാണ് വേദന ഉണ്ടാക്കുന്നത്. ഐദർ സൈക്കിക് ഓർ ഫിസിക്കൽ പെയിൻ, മാനസികമോ ശാരീരികമായ വേദന ഉളവാക്കുന്ന രോഗമാണ്. അപ്പോൾ ഈ വരുന്ന ആളുകളിൽ അവരുടെ ജീവിതത്തിൻ്റെ സാധാരണ ഒഴുക്കിന് തടസ്സമായിക്കൊണ്ട് അവർക്ക് അബ്നോർമൽ എക്സ്പീരിയൻസസ് വരികയാണ്. അത് സൈക്കിക് ആവാം, അതിന് അങ്ങനെ സൈക്കിയാട്രിയുടെയോ പാരാസൈക്കോളജിയുടെയോ ഒക്കെ ഗണത്തിൽപ്പെടുത്താം. അത് ബാധ എന്ന് പ്രത്യേകിച്ച് പേര് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എല്ലാം നന്നായല്ലോ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എല്ലാം ശാസ്ത്രീയാവുന്നൊരു വിഡ്ഢിത്തം നമ്മുടെ ഇടയിലുണ്ട്. ബാധ എന്ന് പറഞ്ഞ പ്രശ്നമാണ്. ഈ ബാധ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ കമ്പ്യൂട്ടറിൽ, ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ ഒരു സിസ്റ്റത്തെ നശിപ്പിക്കാൻ വേണ്ടി മറ്റൊരു സിസ്റ്റം വരുന്നത് നമ്മൾ വൈറസ് എന്നാണ് വിളിക്കുക, അല്ലേ? വൈറസാണ്. അപ്പോൾ വൈറസ് പോലെ, വൈറസ് എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൻ്റെ തനതായ പ്രോഗ്രാമിനെ നശിപ്പിച്ചിട്ട് വേറൊരു പ്രോഗ്രാം അവിടെ അതിൻ്റെ മേലെ ഓവർറൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ തനിമയെ നഷ്ടപ്പെടുത്തുന്നത്. അതുപോലെ ഒരു വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തെ നശിപ്പിക്കുന്ന സൈക്കോളജിക്കലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനെയാണ് ബാധ എന്ന് പറയുന്നത്. അതിനെ ബാധിച്ചിരിക്കുന്നത്, ഗ്രസിച്ചിരിക്കുന്നതെന്നർത്ഥം. അപ്പം അതുകൊണ്ട് പല മന്ത്രങ്ങളും ഇങ്ങനെ ഈ ബാധയെ, ഈ ഗ്രഹദോഷങ്ങളെ മാറ്റാൻ വേണ്ടി ഉണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന പിന്നെ പൂജകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മന്ത്രങ്ങളാണെങ്കിലും ഉപാസന രീതികളാണെങ്കിലും അത് ചിലർക്ക് വളരെ ലളിതമായി മാറും, ചിലർക്ക് വളരെ കഠിനമായ അഘോര ഹോമം വരെ ചെയ്ത് മാറ്റുന്ന നാട്ടിലുണ്ട്. അതിനൊക്കെ അന്ധവിശ്വാസപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ ഈ ഇവിടുന്ന് പ്രാർത്ഥിച്ച സ്വർഗ്ഗസ്ഥനായ പിതാവ് കേൾക്കുന്നു പറയുന്നത് അതിലും വലിയ അന്ധവിശ്വാസമല്ലേ? എന്തെങ്കിലും തെളിവുണ്ടോ? മരിച്ചിട്ട് സ്വർഗ്ഗത്തിൽ പോവും എന്ന് പറഞ്ഞിട്ടല്ലേ ഈ ലോകത്തിലെ ജനങ്ങളെ മുഴുവൻ കൂച്ചുവലം കിട്ടിട്ട് ഈ സഭകളും പള്ളികളും, ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും ഭരിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യനെ അടിമപ്പെടുത്തിക്കൊണ്ടാണ്. ഇത് കഴിഞ്ഞാൽ സ്വർഗ്ഗം കിട്ടുന്ന ഓഫർ കൊടുത്തിട്ടാണ്. എന്തെങ്കിലും തെളിവുണ്ടോ? സയൻറ്റിഫിക് തെളിവുണ്ടോ അതിന്? അതില്ലാത്തവന്മാരാണ് ഇവിടെ ഓരോ പൂജയ്ക്കും തെളിവുണ്ടോ ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെ അന്ധവിശ്വാസമാക്കാൻ നിയമം കൊണ്ടുവരാൻ പോവുകയാണ് കേരളത്തിൽ. അങ്ങനെ ഇതിനെ അന്ധവിശ്വാസമാക്കിയാൽ ഹിന്ദുക്കളൊക്കെ ഒന്നടങ്കം പറയണം, ഇസ്ലാം മതത്തിലെയും ക്രിസ്തു മതത്തിലെ എസൻഷ്യൽ പ്രാക്ടീസസ് എല്ലാം തെളിവില്ലാത്തതാണ്. മരിച്ചിട്ട് സ്വർഗ്ഗത്തിൽ പോയിട്ട് തിരിച്ചു വന്ന ഒരു വ്യക്തിയെങ്കിലും ലോകത്തുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? പിന്നെ എന്താണ് ഈ വാദത്തിൻ്റെ അടിസ്ഥാനം? എന്നാൽ ഞാൻ പറയാം, കഠിനമായ മാനസിക വ്യഥയോടുകൂടി കുടുംബത്തിലെ തകർച്ച, സാമ്പത്തിക തകർച്ചയോട് വന്ന എൻ്റെ അടുത്ത് വന്ന പല ആളുകൾക്കും ഞാൻ പരിഹാരം പറഞ്ഞത് എല്ലാവർക്കും പല ആളുകൾക്കല്ല, അവർക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. സാക്ഷ്യം പറയാൻ തയ്യാറുള്ളവരുണ്ട്, അല്ലേ? സ്വർഗ്ഗത്തിൽ പോയ ഒരു സാക്ഷി പോലും, സ്വർഗ്ഗത്തിൽ പോയി തിരിച്ചു വന്ന ഒരു സാക്ഷിയെ മുസ്ലിം മതമോ ക്രിസ്തു മതമോ കൊണ്ടുവന്നാൽ അത് ഞാൻ വിശ്വസിക്കാം. അതിന് പ്രൂഫ് വരണം. നിങ്ങൾ ഞങ്ങളുടെ സയൻറ്റിഫിക് പ്രൂഫ് ചോദിക്കണ്ടല്ലോ. ഇതിനൊക്കെ എന്ത് സയൻസാണ് ഉള്ളത്? എൻ്റെ ഒരു അനുഭവം പറയാം. നടക്കാതെ പോയതുകൊണ്ട് കഠിനമായ നടന്നവരുമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു പയ്യൻ ജോലി നഷ്ടപ്പെട്ട് പല ജോലിക്ക് പോയാലും എവിടെയും ഗതി പിടിക്കാത്ത അവസ്ഥ വരിക. പോവും, 2 മാസം കഴിയും, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വരും, തിരിച്ച് വീട്ടിൽ വരും. അങ്ങനെ ആരോഗ്യ പ്രശ്നം കൊണ്ട് ഒരുപാട് കാശ് ഇതിനു വേണ്ടി കളഞ്ഞു. ഒരു രക്ഷയുമില്ല. ഒരു പെർമനൻറ്റ് ജോലി വേണം. വയസ്സ് 34 എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, വളരെ ലളിതമായ കാര്യം, രാവിലെയും വൈകിട്ടും വിളക്ക് തെളിച്ചിട്ട് ലളിതാ സഹസ്രനാമം ചെയ്യൂ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് എൻ്റെ വിധികളെന്ന് പറഞ്ഞു കൊടുത്തു. എത്ര ദിവസം ചെയ്യണം? 48 ദിവസം ചെയ്യാൻ പറഞ്ഞു. 48 ദിവസം ആൾ കൃത്യമായിട്ട് സ്വയം പറ്റിക്കാതെ ചെയ്തു. 48 ദിവസത്തിനുള്ളിൽ, വിതിൻ ദാറ്റ് ടൈം ഫ്രെയിം, ഒരു 10-30 ദിവസം, ഒരു മാസത്തോളം കഴിഞ്ഞപ്പോൾ അയാൾക്ക് 2 കമ്പനിയിൽ നിന്ന് കോൾ ലെറ്റർ വന്നു. ഇപ്പോൾ അതിലൊരു കമ്പനി അയാൾ 1 വർഷമായിട്ട് സ്ഥിരമായിട്ട് ജോലി, ഇതിന് മുമ്പ് അയാൾക്ക് 2-3 മാസം കഴിയുമ്പോൾ അസുഖം പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ അയാളുടെ അത്തരത്തിൽ ഒഴിയുന്നൊരു ബാധയാണ്.
സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. ചിലർക്ക് അത് പറ്റില്ല, കൂടുതൽ പ്രയോഗങ്ങൾ വേണ്ടി വരും. ഇതൊക്കെ ചെയ്യുന്നത് അന്ധവിശ്വാസം എന്ന് പറയുന്നവർ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ മതം സയൻറ്റിഫിക് ആണല്ലോ ഈ പറയുന്നവരുടെ, സ്വർഗത്തിൽ പോയിട്ട് വന്ന ഒരാളെ കാണിച്ചാൽ മതി. കഥയിൽ എഴുതിയാൽ പോരാ, നബി സ്വർഗത്തിൽ പോയ കഥ അതൊന്നുമല്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇവിടെ മരിച്ചിട്ട് സ്വർഗത്തിൽ പോയി ദൈവത്തോടൊപ്പം വിരുന്നൊക്കെ ഉണ്ടിട്ട് തിരിച്ച് സാക്ഷ്യം പറയാൻ വന്ന ഒരാളെ സയൻറ്റിഫിക്കായിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വിമർശനത്തിന് മറുപടി അതാണ്. ശരിക്കും ഈ മന്ത്രവാദത്തിൽ പറയുന്ന ഒരു കാര്യമാണല്ലോ ആഭിചാരം. നമുക്കിപ്പോൾ ഉച്ചാരണം പേര് കേട്ട മനസ്സിലാവും, പറയാം, ആഭിചാരം മനസ്സിലാവും. ഈ ഇപ്പോൾ എന്താ വശ്യം, ഇതെല്ലാം നമുക്ക് പ്രയോഗങ്ങൾ കേട്ടിട്ടുള്ളത്. ശരിക്കും ഇതൊക്കെ എന്താണ്? അതായത് ഇതിനെ വല്ലാതെ താത്വികമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. വശ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു ഗായകൻ, അയാൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുക, അയാളെ എല്ലാവർക്കും ഇഷ്ടം തോന്നുക, അതാണല്ലോ വേണ്ടത്. ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ നന്നായി പെർഫോം ചെയ്ത ഒരാളേക്കാൾ കമ്പനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ചിലപ്പോൾ അവരെടുക്കും, പെർഫോമൻസിനേക്കാൾ, അല്ലെങ്കിൽ വലിയ സർട്ടിഫിക്കറ്റുകളേക്കാൾ ചിലപ്പോൾ ഇവൻ ഇതിന് കൊള്ളാം എന്ന് തോന്നിയാൽ പോരെ. അപ്പോൾ മറ്റൊരാളുടെ മനസ്സിൽ നമുക്ക് അനുകൂലമായൊരു ഭാവം വരിക. അത് സ്ത്രീകൾ മാത്രമല്ല, ഇപ്പോൾ ഒരു ഓഫീസിൽ പോയാൽ ഓഫീസർക്ക് നമ്മുടെ ഇഷ്ടം തോന്നുക, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് സ്വീകാര്യത ഉണ്ടാവുക, രാഷ്ട്രീയക്കാരനെ പൊതുസ്ഥലത്ത് സമ്മതി ഉണ്ടാവുക, ഇതൊക്കെ വേണ്ടി ചെയ്യാമല്ലോ. അതിനുള്ള മന്ത്രങ്ങൾ കൊണ്ട് ഭരിക്കുകയും ചെയ്യും. ആർക്ക് താല്പര്യം വിളിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ആഭിചാരം ഇത് ഈ ഷഡ്കർമ്മങ്ങൾ പെടുന്നതാണ് ഇതൊക്കെ. വശ്യം, ശാന്തികർമ്മങ്ങൾ, ഉച്ചാടനം എന്ന് പറയുന്നതാണ്. ഒരിടത്തുനിന്ന് ഒരു ശത്രു, വളരെ ക്രൂരനായ ശത്രു വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു, ഒരു നിവൃത്തിയുമില്ല, കേസ് കൊടുത്തിട്ട് പോലീസ് അനങ്ങുന്നില്ല, അവൻ്റെ അടുത്ത് കാശുണ്ട്, നമുക്കൊരു രക്ഷയുമില്ല, നമ്മൾ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഉടനെ ഉച്ചാടനം ചെയ്ത് കഴിഞ്ഞാൽ ശത്രു നാട് വിട്ടു പോകുന്നതാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഉടനെ അത് സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചോ? അപ്പോൾ ഞാൻ തിരിച്ചു ചില ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം പറയണം. അത് ഞാൻ നേരത്തെ ചോദിച്ചല്ലോ. ഉച്ചാടനം ചെയ്താലും ഫലം ഉണ്ടാവും, സ്തംഭനം ചെയ്താലും ഫലം ഉണ്ടാവും. ഇപ്പോൾ ഒരു കാര്യം, ഒരു ക്വിസിന് പോയി, ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ വിഷമം തോന്നണ്ട, ശത്രുവായ ഒരാൾ പിന്നെ ക്വിസിന് വന്നിരിക്കുകയാണ്, അയാൾക്ക് കാര്യങ്ങൾ ആ സമയത്ത് ഓർക്കാൻ പറ്റാതെ പോകുന്നത് സ്തംഭനമാണ്. നാവ് സ്തംഭനമുണ്ട്, വാക്സ്തംഭനമുണ്ട്, ചിത്ത ചക്ഷുസ്തംഭനമുണ്ട്, മുഖസ്തംഭനമുണ്ട്, ഗതിസ്തംഭനമുണ്ട്. ഒരു സ്ഥലത്തേക്ക് പോകുന്നു, കൃത്യമായി വഴി അറിയാതെ എപ്പോഴും ചുറ്റി, അങ്ങനെ അനുഭവങ്ങൾ എത്ര വരില്ലേ? പരമഹംസ യോഗാനന്ദൻ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എഴുതിയ പരമഹംസ യോഗാനന്ദൻ ഒരു അനുഭവം എഴുതുന്നുണ്ട്. ബീഹാറിൽ എവിടെയോ ഒരു കുഗ്രാമത്തിൽ ഒരു അവധൂതനുണ്ട്, സിദ്ധപുരുഷൻ എന്ന് കേട്ടിട്ട്, അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലമാണ്, അപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഏകദേശം ഇന്ന സ്ഥലത്താണെന്ന് കണ്ടിട്ട് അവിടേക്ക് യാത്ര പുറപ്പെട്ടു. കുഗ്രാമത്തിൽ ഒരു വയലിൻ്റെ നടുവിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ ക്ഷേത്രം, ആരെയും കാണാനില്ല ആൾക്കാരൊന്നും. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു പൂജാരി നിൽക്കുന്നുണ്ട്, ചെറിയ ക്ഷേത്രമാണ്. അവിടെ 2 ചെറിയ ഉരുളൻ കല്ലുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ചെറിയ കല്ലുകൾ വെച്ചിട്ടാണ്, അതിനാണ് പൂജ. അവിടെ മുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ് അഖിലാണ്ടേശ്വരി ക്ഷേത്രം. ഇത് കണ്ടിട്ട് പരമഹംസ കളിയാക്കി ചിന്തിച്ചുള്ളിൽ, ഈ 2 ഉണ്ട കല്ലാണോ അഖിലാണ്ടേശ്വരി? അഖിലാണ്ടെന്ന് പറഞ്ഞാൽ എത്ര വലുതാണ്, യൂണിവേഴ്സാണ്. ആ യൂണിവേഴ്സിനെ മുഴുവൻ ഭരിക്കുന്ന ഈ 2 ഉണ്ടക്കല്ലാണോ എന്ന് അതിൻ്റെ മുമ്പിൽ ചിന്തിച്ചിട്ട് അവിടെ വഴി ചോദിക്കാതെ അയാൾ നടക്കാൻ തുടങ്ങി. രാവിലെ 11 മണിക്ക് തുടങ്ങിയ നടത്തം വൈകുന്നേരം 4 വരെ നടന്നിട്ട് ഈ വീട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവസാനം ഇയാൾ തളർന്നു, ആഹാരം കയ്യിലില്ല, വെള്ളം കുടിച്ചിട്ടില്ല, വഴിയോരത്ത് ഒരു വയലിൻ്റെ നടുവിൽ ഇങ്ങനെ തളർന്നിരുന്നു വൈകുന്നേരം വെയിൽ കൊണ്ടിട്ട്. അപ്പോൾ ഒരു വയസ്സായ ആൾ വന്ന് തട്ടി വിളിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പം മനസ്സിലായോ ആ 2 ഉണ്ടക്കല്ല് അഖിലാണ്ടേശ്വരിയാണെന്ന് എന്ന് ചോദിച്ചു. ഇത് പരമഹംസ യോഗാനന്ദൻ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗിയിൽ എഴുതിയിരിക്കുന്നതാണ്. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ ആ 2 ഉണ്ടക്കല്ല് അഖിലാണ്ടേശ്വരി എന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് അപരാധം മനസ്സിലായത്. എന്നിട്ട് പറഞ്ഞു, ആ അമ്പലത്തിന് തൊട്ടു പിന്നിലാണ് ഞാൻ താമസിക്കും, ഞാനാണ് ആ സിദ്ധൻ. നീ അമ്പലത്തിൽ ചോദിക്കേണ്ട, അവിടെ തൊഴുത് തിരിച്ചു വന്നത് എന്നെ കണ്ടേനെ. അപ്പം നമ്മുടെ ധാർഷ്ട്യമാണ് ഇതൊക്കെ തെറ്റാണെന്ന് ചിന്തിക്കുന്നത്. ചെറിയ 2 കല്ലിലാണോ? അതൊക്കെ തോന്നിയവാസമാണ്. മറ്റു മതങ്ങളെ അധിക്ഷേപിക്കാൻ നിന്ന് അവർ തല കാണത്തില്ല. നമ്മൾ പാവപ്പെട്ട ഹിന്ദുക്കളായതുകൊണ്ട് കേട്ട് മിണ്ടാതിരിക്കും, അത്രയേ ഉള്ളൂ. വശ്യം, സ്തംഭനം, ഉച്ചാടനം. ഇപ്പോൾ ഈ പറഞ്ഞ ഗതി സ്തംഭനമാണിത്. വാക്ക്, ചക്ഷു, മുഖ, ഗതി ഒക്കെ സ്തംഭിപ്പിക്കാം. അതിനുള്ള മന്ത്രങ്ങളുണ്ട്. താടനം. അപ്പോൾ ചോദിക്കും ഉടനെ അടുത്ത ചോദ്യം ഹിന്ദുക്കളുടെ, എന്നാൽ പാകിസ്ഥാനെ സ്തംഭിപ്പിച്ചൂടെ? പാകിസ്ഥാനെ ഇനി സ്തംഭിപ്പിക്കണോ? സ്തംഭിച്ച് കിടക്കുകയാണല്ലോ. തിന്നാൻ മലം പോലും ഇല്ല അവിടെ. സ്വന്തം ജനങ്ങൾക്ക് തിന്നാൻ മലം പോലും കിട്ടാത്ത രാജ്യത്തെ ഇനി എന്തിനു സ്തംഭിപ്പിക്കാനാണ്? ഒരു ബ്രെഡിന് വേണ്ടി 3 പേരെ കുത്തിക്കൊല്ലുകയാണ്. നിങ്ങൾക്ക് അവിടെ പോയി പറഞ്ഞാൽ മതി അത്. അപ്പോൾ ഉടനെ ചോദ്യം, അമേരിക്കയെ നമുക്കിതൊക്കെ വെച്ച് അമേരിക്കയേക്കാൾ സമ്പന്നമായിക്കൂടെ? നീയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് സമ്പന്നമാവാത്തത്. ഇതിലൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ സമ്പന്നമായേനെ. പിന്നെ അടുത്തത് ഉച്ചാടനം, സമനം, മാരണം ഉണ്ട്, ക്രിയയുണ്ട്. പ്രിയനറിയാലോ, ഞാൻ പറയണല്ലോ പ്രിയനോട്. മാരണക്രിയയുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്താണ് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ,
ഒരാളെ കത്തിയെടുത്ത് കുത്തിക്കൊന്നാൽ കേസായി ജയിലിൽ പോയി കിടക്കണം അല്ലേ? അപ്പോൾ പണ്ടുള്ളവർ കണ്ടുപിടിച്ച വിദ്യയാണ്, ഒരു കേസിലും പെടാതെ എങ്ങനെ ശത്രുക്കളെ ഒതുക്കാമെന്നുള്ള കണ്ടുപിടിച്ച വിദ്യയാണ്. നിങ്ങൾ എന്നെ കളിയാക്കുന്നല്ലോ. ഈ തങ്ങളുപ്പാപ്പൻ്റെ പള്ളി ഉണ്ട്, അവിടെ പോയിട്ട് എത്ര ഹിന്ദുക്കളാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്, കോഴിമുട്ട എഴുതുന്ന പരിപാടിയൊക്കെ. ഈ കോഴിമുട്ട എഴുതുന്നതൊക്കെ നമ്മുടെ മാന്ത്രികമല്ല, അറബി മാന്ത്രികമാണ് അല്ലേ? അതുപോലെ പിന്നെ നിങ്ങൾ ഇവിടേക്ക് പോവുക, മറ്റേ എന്താ അച്ഛന കത്തനാര്, എന്ത് കത്തനാര്, കടമറ്റത്ത് കത്തനാര്. ഇയാൾ ഈ പറയുന്ന പോലെ വലിയ യോഗ്യതയുള്ള ആളൊന്നും അല്ല, ഹിന്ദുക്കളുടെ എന്തോ വിദ്യകൾ കുറച്ചൊക്കെ അടിച്ചു മാറ്റി പഠിച്ചതേ ഉള്ളൂ. അയാളുടെ പള്ളിയുടെ അവിടെ പോയിട്ട് എനിക്കെതിരെ ചെയ്തൊരുത്തനെ എൻ്റെ ഒരു സുഹൃത്ത് പൊക്കിയിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു. അയാൾ പറഞ്ഞില്ല, എനിക്കറിയാം. ഞാനിതെങ്ങനെ അറിയുന്നത് വെച്ചാൽ ഈ സ്വപ്നവാരാഹി എനിക്ക് സിദ്ധമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഒരാൾ ചെയ്താൽ മുഖം കാണിച്ചു തരും. ഞാൻ അവരോട് വഴക്കുണ്ടാക്കാൻ പോകാറില്ല, ഞാൻ പ്രൊട്ടക്ഷൻ എടുക്കുന്നു മാത്രം. ഞാൻ അവരെ ഉപദ്രവിക്കാനൊന്നും ഞാനൊന്നും ചെയ്യാറില്ല, അങ്ങനെ ചെയ്താൽ എനിക്ക് ദോഷമാണ്. കാരണം എനിക്ക് ശാന്തികർമ്മം വിധിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാമല്ലോ, എനിക്ക് മഴ പെയ്യുമ്പോൾ കുട ചൂടാമല്ലോ, കുട ചൂടാന്ന് പറയുന്നില്ലോ, അല്ലെങ്കിൽ കല്ലെറിയുമ്പോൾ മാറി നിൽക്കാമല്ലോ അവിടുന്ന്, അല്ലെങ്കിൽ തലക്കോട്ട് വീഴുന്നതിന് അവർ മാറി നിൽക്കാം. അതുപോലെ എനിക്കെതിരെ ഇപ്പം ചെയ്ത് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് പലപ്പോഴും. ഈ കടമറ്റത്ത് കത്തനാരുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സാധനം ഞാൻ ആർട്ടിക്കിൾ വായിച്ച് പിറ്റേന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ചെറിയൊരു ഫിസിക്കൽ ഡിസീസ് പോലെ വന്നു, ഭയങ്കര ക്ഷീണം പെട്ടെന്ന്. എനിക്ക് തോന്നി എന്തോ ഒരു വിഷയം ഉണ്ടെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ എനിക്കൊരാൾ ഫോട്ടോ ചെയ്ത്, അതാ നിങ്ങളുടെ പ്രധാന ശത്രു ഇതാ കടമറ്റത്ത് കത്തനാർ. അത് ഏതാ, എവിടെ, ചെങ്ങന്നൂർ എവിടെയാ അത്? എനിക്ക് ഉത്തര കേരളത്തിൽ, ദക്ഷിണ കേരളത്തിലെവിടെയാണെന്ന്, തെക്കൻ കേരളത്തിൽ എവിടെയാണ്. അവിടെ ഒരു കിണറോ എന്തോ ഉണ്ടെന്നോ, അവിടെ എന്തോ ബലി ഉണ്ടെന്നോ എന്തൊക്കെ പറഞ്ഞു കേട്ടോ, എനിക്കറിയില്ല. അവിടെ ഇദ്ദേഹം പോയി നിൽക്കുന്നു, ഫോട്ടോ എടുത്തു എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ ഞാൻ തലേന്ന് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ കത്തനാരെ നോക്കാൻ തുടങ്ങിയത്, പിന്നെ ഈ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്തത്. അങ്ങനെ പല അനുഭവങ്ങളും എനിക്കുണ്ട്. അതുപോലെ കുട്ടിച്ചാത്തനെ വെച്ചിട്ട് പ്രയോഗം വന്നാൽ എനിക്ക് പെട്ടെന്ന് അലേർട്ട് വരും. ഇപ്പോൾ നമ്മൾ ഈ ഇവിടെ ഇസ്രായേലിൽ കണ്ടില്ലേ, ഇവിടെ മിസൈൽ വരുമ്പോഴോട്ട് മറ്റേ എന്താണ് പറയുക, മേലെ കൂടെ അയൺ ഡോം പോലെ നമ്മുടെ ദേവതകൾ നമ്മളെ അലേർട്ട് ചെയ്യും, ഇതാ മോനെ സൂക്ഷിച്ചോ, ഇങ്ങനെ കുട്ടിച്ചാത്തനെ വെച്ച് പ്രയോഗം വന്നിട്ട്. അതൊക്കെ നല്ല കാര്യമല്ലേ? വേണമെങ്കിൽ ചെയ്താൽ നിങ്ങൾ വിശ്വാസമല്ല, ഇതിൽ കമൻ്റ് അടിക്കാനും വരണ്ട, നിങ്ങളെ വഴിക്ക് പോയിക്കോളാം. ഇൻകുലാബ് സിന്ദാബാദ്, അത്രയേ ഉള്ളൂ. ഈ പ്രേതബാധയൊക്കെ വെറുതെയാണ് എന്ന് പറയുന്ന ആൾക്കാർ, ഞാൻ ചോറ്റാനിക്കര പോയപ്പോഴത്തേക്കും കണ്ടു. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഒരു തവണ പോയാൽ ആരും ഇത് പറയില്ല, എതിർത്ത് പറയില്ല. അത്രയധികം കേസുകളാണ്. അതായത് ഒരു വ്യക്തിയുടെ ബേസിക് സ്വഭാവം നേരെ വിപരീതമാണ്. 10 വയസ്സുള്ള പെൺകുട്ടി 60 വയസ്സുള്ള കിഴവയെ പോലെ സംസാരിക്കുക, അവൾ കണ്ടിട്ട് പോലാത്ത മുത്തശ്ശി പറഞ്ഞ വളരെ രഹസ്യമായ കാര്യങ്ങൾ പറയുക. അയൽ പോട്ടെ, സ്വന്തം വീട്ടിലെ കാര്യമല്ല, മുത്തശ്ശി അയൽ വീട്ടിൽ പണ്ട് താമസിച്ച് അവിടുന്ന് ഇവൾ ജനിക്കുന്നതിന് മുമ്പ് വിട്ടുപോയവരുടെ കേസ് പറയുക. അങ്ങനെ എത്രയോ കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, ബാധയുണ്ടെന്നുള്ള സത്യം എൻ്റെ വിശ്വാസമാണത്, അത്രയേ ഉള്ളൂ. കൃത്യമായിട്ട് ഇതിനൊക്കെ പരിഹാരമുണ്ട്, ഇത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ സത്യമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഇതുപോലെ തന്നെ ബാധ ഒഴിപ്പിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഈ പലരും ഈ ക്രിസ്ത്യാനിറ്റിയിലും ഈ വെസ്റ്റേണിലും ഒക്കെ ഒരു എക്സോർസിസം ഉണ്ട്, അത് അംഗീകരിക്കാം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സായിപ്പ് അപ്പിയിട്ടാൽ അത് വില കൊടുത്ത് വാങ്ങുന്ന ഹിന്ദുവാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ബാധ ഉച്ചാടനം എന്നൊക്കെ പറഞ്ഞാൽ അയ്യേ ഇതൊക്കെ എന്തൊരു അന്ധവിശ്വാസങ്ങൾ എന്ന് ചോദിക്കുന്നവർ എക്സോർസിസം എന്ന് കേട്ടിട്ടുണ്ടോ? ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കൂ എങ്ങനെ ചെയ്യുന്നതെന്ന്. അതുപോലെ ഫ്രീമേസൺകാരുടെ സീക്രട്ട് റിച്വൽസ് നോക്കൂ, രക്തം വീഴ്ത്തിക്കൊണ്ടാണ്. കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്ന പോലും സീക്രട്ട് സൊസൈറ്റീസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ എപ്സ്റ്റീൻ ഫയൽസ് വന്ന് ക്ഷോഭം കൊണ്ട് നിൽക്കുകയാണല്ലോ. ഈ യുദ്ധങ്ങൾ പോലും പ്രഖ്യാപിക്കപ്പെട്ട എന്തിൻ്റെ പേരിലാണ്? എപ്സ്റ്റീൻ ഫയൽസ് പുറത്ത് വന്നാൽ വലിയ രാജ്യ നേതാക്കളുടെയൊക്കെ പേര് പോയി പോവും, മോശമാവും. അപ്പോൾ ഉടനെ യുദ്ധം തന്നെ. എപ്രകാരമാണോ നന്ദഗോവിന്ദം ഭജൻസിലേക്ക് തൃശ്ശൂർ വെടിക്കെട്ട് 24 തിരിച്ചുവിടാൻ നോക്കിയത്, അതുപോലെ. തീർച്ചയായിട്ടും ഇപ്പോൾ ഇതെല്ലാം ഉള്ളതാണ്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ മലയാളം മെനക്കെടില്ല, വെറുതെ ചാരികസേര ബുദ്ധിജീവിയായിട്ട് കുറ്റം പറയുക, കളിയാക്കിക്കൊണ്ടിരിക്കാം. അതെ, അത്രയേ ഉള്ളൂ. ഇത് അറിയുന്നവന് ഇതിൽ പ്രയോഗശക്തിയും സാധ്യതയുണ്ടെന്നറിയാം. ഒന്നിച്ചൊരുമിച്ച് നമ്മൾ രാഷ്ട്രരക്ഷയ്ക്ക് വേണ്ടി ചെയ്താൽ അതും ഫലിക്കും. തീർച്ചയായിട്ടും ഫലിക്കും. ഒന്നിച്ച് നിൽക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. എല്ലാവരും പിന്നെ ബ്ലാക്ക് ഷീപ്പാണ് കൂടുതൽ ഹിന്ദു മതത്തിൽ, നമുക്ക് കള്ളത്തരാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറം നടക്കുക. അതല്ലാതെ എല്ലാവരും ഒരുമിച്ച് വരും, തീർച്ചയായിട്ടും നമുക്ക് അമേരിക്കയേക്കാൾ വലിയ ശക്തിയാവാം, സാമ്പത്തിക ശക്തിയാവാം. പക്ഷെ അത് നിൽക്കില്ലല്ലോ. ഇവിടെ ഭീകരവാദിക്ക് പിന്നെ കൈവേദന എടുക്കുന്ന ഒഴിഞ്ഞു കൊടുക്കാൻ പോകുന്നവന്മാരാണ് കൂടുതലും.